പവിത്ര സീരിയലിന്റെ 34ാമത്തെ എപ്പിസോഡാണ്. തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി ഓണം. അങ്ങനെ സേതുലക്ഷ്മിയും ഷീലയും പൂക്കളം ഇടട്ടാ. ഈ സമയം മോളെവിടെ പോയി? ഗൗരി നേരെ ആ ടെന്റിന്റെ അകത്ത് പോയി വിക്രമിനെ തിരയട്ടോ. ദാ അവിടെ സേതുലക്ഷ്മിക്കും ഇതെന്താ മോൾ അവിടെ പോയി നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. ഗൗരി പറയും, ചെമ്പൂകൻ ശരിക്കും പേടിച്ചു പോയ അച്ഛമ്മേ. ഇവിടെ ഇല്ല. അപ്പൊ ഷീലയുടെ വയ്ക്കും, അയാൾ അവിടെ പോയി? അറിയില്ലമ്മ, രാവിലെ ചായ കൊടുക്കാൻ പോയപ്പോ കണ്ടില്ല. ചിലപ്പോ നടക്കാൻ പോയി കാണും. ഗൂർക്കയല്ലേ? ഇത് കേൾക്കുമ്പോ സേതുലക്ഷ്മിക്ക് ഗൂർക്കയോ? അതെ, വ്യായാമത്തിന് പോയി കാണും. ഗൗരി അറിയും, എങ്ങോട്ടും പോയതല്ല, ഓടിച്ചു വിട്ടതാ. സേതുലക്ഷ്മി വയ്ക്കും, ആര്? അതൊക്കെ ഉണ്ട്. അപ്പൊ സേതുലക്ഷ്മിക്ക് ഒരു കോള് വരും. ഗൗരി, മോളുടെ അമ്മ വിളിക്കുന്നു. ഓടി വന്ന് ഫോൺ വാങ്ങിക്കൂട്ടോ, വീഡിയോ കോളാ ചെയ്യുന്നത്. ഹലോ മോളെ, ഹാപ്പി അത്തം. വേദയും വിഷയും അവിടെ പൂക്കളം ഇട്ടോ. ദാ വലിയ പൂക്കളിടാ, കാണണോ എന്ന് ചോദിക്കുമ്പോ വേദ തലയാട്ടും. അങ്ങനെ ആ പൂക്കളൊക്കെ കാണിച്ചു കൊടുക്കണേ. ആഹാ, കൊള്ളാലോ. ആരാ ഇട്ടത്, മോണാണോ? ആന്ന് തലയാട്ടും. നോക്കിയിട്ട് പറയും, ഇട്ടത് അവരാണെങ്കിലും ഡിസൈൻ എന്റെയാ. വേദയ്ക്കും, ശരിക്കും? സത്യം പറ. അത് പിന്നെ. എന്നിട്ട് അവരോട് ചോദിക്കും, പൂക്കളം വട്ടത്തിലിടാന്ന് പറഞ്ഞ ഞാനല്ലേ? സേതു അമ്മ ഉറക്കെ വിളിച്ചു പറയും, ആണേ, മോളാ പറഞ്ഞത്. പിന്നമ്മേ, ഇന്നൊരു സംഭവം ഉണ്ടായി. വേദയ്ക്കും, ചെമ്പൂകം പേടിച്ചോടി. ഞാനേ ചെമ്പൂകന്റെ ഗുഹ കാണിച്ചുതരാം, അവിടെ ആരുമില്ല. വേദയ്ക്കും, ഗുഹയോ? ദാ നോക്ക്, ഈ ഗുഹയിൽ അയാളെ കിടക്കുന്നേ എന്ന് പറഞ്ഞാൽ ടെന്റ് കാണിച്ചു കൊടുക്കും. ഇതാരാ അയാൾക്ക് കൊടുത്തത്? ഗൗരി മോളെ. വേദയ്ക്കും, എന്തിനെ? ഓന്തിനും പെരിച്ചായിക്കൊക്കെ ഓടിച്ചു വിടാൻ അതാ നല്ലത്. വേദ, എന്നിട്ട് അവരാണോ ചെമ്പുകനെ ഓടിച്ചു വിട്ടത്? ആ പിന്നല്ലാതെ. ഞാൻ റൂമിൽ പോയി പീപ്പിൾ എടുത്ത് ഊതി, അവര് വന്ന് ഡിഷും അടിച്ചോടിച്ചു. ശരിക്കും അവർ ഓടിപ്പോയി. വേദ പറയും, ശരി ശരി, മോൾ അച്ചമ്മയ്ക്ക് കൊടുത്ത് ഫോണ് സേതുമ്മയ്ക്ക് കൊടുത്തിട്ട് ഷീലാൻറ്റി വന്നേ, നമുക്കത് മടക്കി വെക്കാം. അപ്പൊ ഷീല പറയും, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, അവര് വന്നാലോ? നമുക്ക് നോക്കാം, വരില്ല എന്നൊക്കെ പറഞ്ഞ് മോള് കൂട്ടിക്കൊണ്ട് പോവാട്ടോ. ഈ സമയം വേദ അമ്മയോട് വയ്ക്കും, അയാളുടെ ഇഷ്ടത്തിന് വരാനും പോവാനും ആണെങ്കിൽ പിന്നെ നമ്മൾ അയാൾ എന്തിനാ വെച്ചിരിക്കുന്നത്? അതിപ്പോ തരുൺ ഏർപ്പാടാക്കിയതല്ലേ മോളെ. വേദ പറയും, എനിക്ക് അയാൾ ആദ്യമേ ഇഷ്ടമായിട്ടില്ല. അവളുമായി ഒരു ബന്ധവും ഇല്ലാതെ ഒരു പരിചയവും ഇല്ലാത്ത ഒരാളെ അവളുടെ കൂടെ നിർത്തേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, അയാൾ അയാളുടെ ഇഷ്ടത്തിന് പോവാൻ വരെയൊക്കെ ചെയ്യാം. ഇപ്പൊ വരുമായിരിക്കും മോളെ. വേദ പറയും, വന്നാലും കൊള്ളാം, വന്നില്ലെങ്കിലും ഈ ഓണം കഴിഞ്ഞാൽ അവളെ ഞാനിങ്ങ് കൊണ്ടുവരും, അവൾ ഇവിടെ നിൽക്കട്ടെ. അല്ല മോളെ, സ്കൂളൊക്കെ? വേദ പറയും, വലിയ ക്ലാസ്സിലൊന്നും ആയിട്ടില്ലല്ലോ, മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അമ്മ അവൾക്ക് ഫോൺ കൊടുത്തേ. അപ്പൊ നോക്കുമ്പോ മോളെ ആ ടെന്റ് അയക്കാട്ടോ. അവള് ഷീലയുടെ കൂടെ ടെന്റ് അയക്കുക, ഞാൻ തിരിച്ചു വിളിക്കാൻ പറയാം, ഓക്കെ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യാ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം വന്നോണ്ടിരിക്കുകയാണെ ഒരു കോള് വരും. ആൻഡ്രൂ സാറാട്ടെ വിളിക്കുന്നത്. എടാ നീ എവിടെയാണ്? ഞാൻ വീട്ടിലേക്ക് പോന്നു. അപ്പൊ ഇന്നലെ രാത്രി നീ എവിടെ പോയി? വിക്രം പറയും, രാത്രിയല്ല സർ, ഇന്ന് പുലർച്ചെയാണ് ഞാൻ ഇറങ്ങിയത്. അത് അവര് തെറ്റിദ്ധരിച്ചതാവും. രാവിലെ അവര് നോക്കിയപ്പോ നിന്നെ കണ്ടില്ലെന്നാണല്ലോ പറഞ്ഞേ. വിക്രം പറയും, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലെ കുട്ടിക്ക് സുഖമല്ലാണ്ടായി, അതുകൊണ്ട് പോന്നതാ. ആൻഡ്രൂ സാറ് പറയും, എടാ നിന്നെ ആ വീട്ടിൽ നിർത്തിയത് എന്തിനാണെന്ന് അറിയോ? വിക്രം ഒന്നും മിണ്ടാതിരിക്കുമ്പോ സാറ് വയ്ക്കും, ചോദിച്ചേ കേട്ടോ നീ? അവര് നിന്നെ നിർത്തിയതേ വീട്ടുജോലിക്കല്ല, അതിനാണെങ്കിൽ അവർക്ക് ഒരുപാട് പേരെ കിട്ടും. മനസ്സിലായി സാർ. ആൻഡ്രൂ സാറ് പറയും, എന്ത് പ്രശ്നം വന്നാലും അത് സോൾവ് ചെയ്യാനുള്ള കെൽപ്പ് നിനക്കുള്ളത് കൊണ്ടാണ് നിന്നെ ഞാൻ അവിടെ നിർത്തിയത്. അതും നിന്റെ തന്നെ ലൈഫിനെ നാളെ അത് ഉപകാരമാക്കി മാറ്റിയെടുക്കാൻ. നിന്റെ ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ട് നീ അത് ഇല്ലാതാക്കരുത്. വിക്രം പറയും, ഇല്ല ആൻഡ്രൂ സാർ, ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി ശരി, വേഗം കൊണ്ട് ചെല്ലാൻ നോക്ക് എന്ന് പറഞ്ഞ ആൻഡ്രൂ സാർ കോളട്ടെ. അങ്ങനെ വിക്രം വീട്ടിലെത്താട്ടോ. ഗൗരിമോളും അമ്മയും അവിടെ ഉണ്ട്. ദാ ചെമ്പുകം വന്നു. സേതു അമ്മ ആരോടെ ഫോണിൽ സംസാരിക്കുക, ദാ വന്നിട്ടുണ്ട്, നീ തന്നെ ഒന്ന് സംസാരിക്കേ എന്ന് പറഞ്ഞേ. വിഷം എന്ന് വിളിക്കും. വിക്രം അടുത്തേക്ക് ചെല്ലാട്ടോ. തരുൺ സാറാണ്, സംസാരിക്കേ എന്ന് പറഞ്ഞു കോള് കൊടുക്കും. താനിത് എവിടെയായിരുന്നു? വിക്രം പറയും, അത്യാവശ്യമായിട്ട് വീട് വരെ പോയതാ സർ. വിക്രം പറയും, ഇങ്ങനെ ദിവസേന വീട്ടിൽ പോയി വരാനാണെങ്കിൽ ഇങ്ങനെ ഒരാളെ എനിക്ക് അവിടെ അപ്പോയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു സർ. ഞാൻ അങ്ങനെ പോണെന്ന് വെച്ചതല്ല, അത്യാവശ്യമായതുകൊണ്ടാ. തരുൺ പറയും, അത്യാവശ്യങ്ങൾ ഇനിയും വരും, അപ്പോഴൊക്കെ ആരോടും പറയാതെ സ്ഥലം വിടാമെന്നാണോ അർത്ഥം? വിക്രം പറയും, ആ സമയത്ത് ആരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ നേരം വെളുത്തിട്ടാ പോയത്, രാത്രിയല്ല. തരുൺ ചോദിക്കും, ഏത് സമയത്താണെങ്കിലും ഞങ്ങൾ അതറിയണ്ടേ? ഏത് ജോലിയിലും ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പോവാന്നൊരു മര്യാദയില്ലേ? വീട്ടിലെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് എനിക്കും വൈഫിനും അങ്ങനെ ഇട്ടെറിഞ്ഞു പോരാൻ പറ്റുമോ? ഇല്ലല്ലോ. നോക്കിക്കേ, അതിനൊക്കെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. വിക്രം പറയും, അങ്ങനെയുള്ള ഒരു ജോലി അല്ലല്ലോ സാർ എന്റേത്. തരുൺ പറയും, ആര് പറഞ്ഞോ? അതിനേക്കാൾ ഉത്തരവാദിത്തമുള്ള ജോലിയാ തന്റേത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റില് ആളെ നിയമിക്കോ ഞാൻ? ആൻഡ്രൂസ് ഏട്ടൻ പറഞ്ഞതുകൊണ്ട് മേലും കീഴും നോക്കാതെ ഞാൻ ഇയാളെ നിയമിച്ചത്. വിക്രമ ഒപ്പം മോളെ നോക്കുമ്പോഴും മോൾ കൊഞ്ഞളം കുത്തുക. ആൻഡ്രൂസ് ഏട്ടനോട് പറഞ്ഞിട്ട് വേറൊരാളെ നോക്കണോ ഞാൻ? വിക്രം പറയും, വേണ്ട സാർ, സാറും വൈഫും വരാതെ ഞാൻ പോവില്ല. തരുൺ പറയും, ഗുഡ്. ഫ്രൈഡേ ഈവനിങ് മോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് താൻ പൊക്കോ, അഥവാ ഞങ്ങൾ വൈകുകയാണെങ്കിൽ മുൻകൂട്ടി അറിയിച്ചോളാം. വിക്രം പറയും, ഓക്കെ സാർ, അങ്ങനെ ചെയ്യാം. ഫോൺ അമ്മയ്ക്ക് കൊടുക്ക്. സേതും ആ ഫോൺ ഏട്ടാ പറ മോനെന്ന് പറഞ്ഞാൽ അത്തേക്ക് പോവാട്ടോ. അപ്പൊ വിക്രമിന്റെ അടുത്ത് മോള് ചോദിക്കും, ഇയാളെ എല്ലാരും കൂടെ ഓടിച്ചല്ലേ, പിന്നെന്തിനാ വന്നത്? വിക്രം ചോദിക്കും, ആരെ? പച്ചോന്ത് രാജാവും പെരിച്ചാതിയോ? മോള് പറയും, അതെ. വിക്രം പറയും, അവർ വരുന്ന കരുതി ഞാൻ കുറെ കാത്തിരുന്നു, പക്ഷെ വന്നില്ല. മോളേക്കും വന്നില്ലയോ? വിക്രം പറയും, ഇല്ലേ, അതുകൊണ്ട് ഒരു ഉഗ്രനടി അങ്ങ് മിസ്സായി. സാരമില്ല, ഇന്ന് വരായിരിക്കും അല്ലേ?
മോള് പറയും ഞാൻ കരുതിയതേ അച്ഛൻ ഇന്ന് ചെമ്പുകനെ പിരിച്ചുവിടുന്ന. നിങ്ങൾ രണ്ടുപേരും അപ്പോഴേക്ക് കോംപ്രമൈസ് ആയല്ലേ? വിക്രം പറയും പിന്നെ അല്ലാതെ. ഇനി പെരിച്ചാതിയും പച്ചോന്തി രാജാവുമായിട്ട് ഞാൻ കോംപ്രമൈസ് ആവും. അങ്ങനെ അവരും എന്റെ കൂട്ടുകാരാവും. അപ്പൊ ഗൗരിക്കുട്ടിന്റെ ആരാവും? ഗൗരി പറയും എനിമി, ബിഗ് എനിമി, നോക്കിക്കോ. വിക്രം പറയും ആഹാ, എനിമിയെ ഫ്രണ്ട് ആക്കുന്ന വിദ്യയൊക്കെ എന്റെ കയ്യിലുണ്ട്. അതൊന്നും ഈ ഗൗരിയുടെ അടുത്ത് ചെലവാകില്ല മോനെ. വിക്രം പറയും കാണാം, ഓ കാണാം എന്ന് പറഞ്ഞ് കൊഞ്ഞളം കുത്തി കുട്ടി അവിടുന്ന് പോകും. വിക്രം ഇങ്ങനെ നോക്കി ചിരിക്കട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ദേവരാജന്റെ വീട്ടിലേക്ക് ആ ചൊക്കലിംഗം വരിക കേട്ടോ. എന്നിട്ട് അവര് ഇങ്ങനെ ഓരോ കാര്യം സംസാരിക്കുമ്പോൾ ദേവരാജന്റെ മോൾ അവിടെ ഉണ്ടാവുമ്പോൾ ആ കുട്ടീനോട് അവിടെ നിന്ന് എണീറ്റ് പോകാൻ പറയേ. അങ്ങനെ ഇവര് തമ്മില് കളക്ടറെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതായത് വേദയെ കുറിച്ച്. വേദയെ കണ്ടിട്ട് എന്തായി അത് പറ. അപ്പൊ ചൊക്കലിംഗം പറയും 2 തവണ കണ്ടോ, ഇങ്ങോട്ട് വരുന്ന വഴിയും ഫോൺ വിളിച്ചു, അവരെന്ത് പറഞ്ഞു എന്ന് കേൾക്കണോ? അയാൾക്ക് വേണ്ടി ഇനിയും കൂടെ എന്നെ വിളിച്ചാ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ലെന്ന് പറഞ്ഞു. ഇനി ആ തിരുട്ട് പിടിച്ച ലേഡിയുമായിട്ട് ഒരു കോംപ്രമൈസ് നടക്കില്ല. ദേവരാജൻ ചോദിക്കും അവളും ഭർത്താവും ഇവിടെ എവിടെയാ താമസിക്കുന്നതെന്ന് അറിയാം. കൂടെയുള്ളവർ പറയും അവർ ഒരുമിച്ചില്ല, രണ്ടുപേരും 2 ക്വാർട്ടേഴ്സിലാണ്. അപ്പൊ കുഞ്ഞോ? മറ്റാള് പറയും ആ കുട്ടി ഇവിടെ ഇല്ല, തിരുവനന്തപുരത്ത് അമ്മ കൂടെ, വീക്കെൻഡില് അവര് പോകും. ദേവരാജൻ ചോദിക്കും അപ്പൊ അവരിവിടെയും കുഞ്ഞവിടെയും. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ആ കുട്ടിയെ മാറ്റിയ അതാണ് കാര്യം. ഓ, അപ്പോ വേദയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ ഇപ്പൊ എളുപ്പമായി. ഈ ഓണത്തിന് കുഞ്ഞിനെ നമുക്കൊന്ന് കണ്ടു കളയാം, അവൾക്കൊരു സമ്മാനവും കൊടുക്കാം, അതോടെ കളക്ടർ നമ്മുടെ വഴിക്ക് വരും. നിങ്ങ പെരിയ ആളയ്യാ എന്ന് പറഞ്ഞ് അവരിങ്ങനെ പൊട്ടിച്ചിരിക്കാട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വെറും കൈയോടല്ല കേട്ടോ, ഓണക്കോടിയൊക്കെ ആയിട്ടാണ്. അങ്ങനെ അരവിന്ദേട്ടനും ആമയും മാഷൊക്കെ എത്തുമ്പോൾ 3 പേർക്കും ഓണക്കോടി കൊടുക്കാട്ടോ. അരവിന്ദേട്ടന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്ന് വിക്രമിനെ കെട്ടിപ്പിടിക്കും. അയ്യേ എന്തിനാ കരയുന്നത്? അരവിന്ദേട്ടൻ പറയും കുറെ കാലത്തിന് ശേഷം എനിക്ക് മോൾക്കുമായിട്ട് ഓണക്കോടി കിട്ടിയ സന്തോഷം. ആശു പറയും എനിക്ക് എങ്ങനെയാണോ ഇവൻ അതുപോലെ കണ്ടാൽ മതി. അപ്പോ ആമി വിക്രമിനെ ഇങ്ങനെ നോക്കുമ്പോ വിക്രം ചോദിക്കും എന്താ ഇങ്ങനെ നോക്കുന്നേ? താങ്ക്സ് ഫോർ എവറിത്തിങ്. അങ്ങനെ രാത്രി ആയിരിക്കും കേട്ടോ. ഒരു കാറിന്റെ ശബ്ദം കേൾക്കുമ്പോ ഗൗരിമോൾ ഓടി വരും. ഓ അമ്മയാണോ? ഞാൻ കരുതി അച്ഛനാണെന്നേ എന്നും പറഞ്ഞു വേദയുടെ അടുത്ത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. എന്താ അമ്മയും വരുന്ന സമയല്ലേ ഇത്? അതെ, പക്ഷെ അച്ഛൻ വന്നെന്നാ കരുതിയേ. അച്ഛൻ എന്താ വരാത്തത്? വേദ പറയും അമ്മ ഓഫീസിൽ നിന്ന് നേരിട്ട് വരുന്നതല്ലേ, ഓണത്തിന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മോളോയ്ക്കും എന്തൊക്കെയാ? ഉടുപ്പുണ്ട്, കളിപ്പാട്ടമുണ്ട്, കാണണോ എന്ന് പറഞ്ഞ് എടുക്കാൻ പോകുമ്പോ മോളോയ്ക്കും വാളുണ്ടോ? വേദയ്ക്കും വാളോ? മോള് പറയും അതെ, ചെമ്പുകന്റെ കയ്യിലുള്ള പോലെ വലിയ വാള്. വേദയ്ക്ക് ദേഷ്യം വരും, അയാൾ എന്തിനാ അമ്മ വാളൊക്കെ കൊണ്ട് നടക്കുന്നത്? അമ്മ അറിയും നിനക്ക് വട്ടുണ്ടോ വേദയെ? അവൾ ഓരോന്ന് കൽപ്പിച്ചുണ്ടാക്കുന്നതാ. അയാളൊരു പാവാ. പാവൊന്നല്ല, ശരിക്കും ചെമ്പുകനാ. പാന്റും ഡ്രസ്സും ബാഗൊക്കെ ഇട്ട് വരുന്നോണ്ട് അച്ഛമ്മയ്ക്ക് മനസ്സിലാകാത്ത. വേദയ്ക്കും ആണോ? ഗൗരി പറയും അതെ, ദാ ഈ വീതിയിലുള്ള വാളുണ്ട്, അതൊരു കടുകുമണിയാക്കി പോക്കറ്റിലിട്ടിരിക്ക. അപ്പൊ വേദയ്ക്ക് കാര്യം മനസ്സിലാവും. ശരിക്കും ആവശ്യ നേരത്ത് പോക്കറ്റിലേക്ക് ഊതി ഒറ്റ വലിപ്പം വെക്കല. അങ്ങനെ ആ വാള് വലുതാവുന്ന കഥയൊക്കെ പറയും. അതിന് മറികടക്കാൻ ചോട്ടാക്കടക്കന്റെ കയ്യിലൊരു മന്ത്രം ഉണ്ടെന്ന് പറഞ്ഞ ഒരു വലിയ മന്ത്രം തന്നെ പറഞ്ഞു കൊടുക്കും. വേദയും അമ്മയും ഇത് കേട്ട് ചിരിക്കും. ഒരു ദിവസം ഞാൻ മന്ത്രം ചൊല്ലി ചെമ്പുകനെന്താ ഒരു തവളയാക്കി ആ പൊത്തല് വെച്ചു. ഇത് കേൾക്കുമ്പോ തന്നെ വേദയും അമ്മയും ചിരിക്കാൻ തുടങ്ങേ. ഇവിടെ അച്ഛമ്മയും ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ സേതുലക്ഷ്മി പറയും ഇപ്പൊ ഈ കുട്ടി വാ എടുത്ത നുണയെ പറയൂ. ഗൗരി പറയും നോണ പറയുന്ന അച്ഛമ്മ നീർവാണിമുത്തി. അപ്പൊ വേദ പറയുന്നേ അങ്ങനെ പറയരുത് കേട്ടോ. മോള് പറയും ചോട്ടാക്കടകൻ കാർട്ടൂണിലെ മുത്തശ്ശിയായത്. വേദ പറയും ഈ പറയുന്നത് നോണയല്ല, ഭാവനയാ, ബുദ്ധി വികാസത്തിന്റെ ലക്ഷണം. നിക്ക് എന്ന് പറഞ്ഞ് കാറ് തുറന്നേ ഓണത്തിന് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാണ്. ദാ ഇനിയുണ്ടെന്ന് പറഞ്ഞ വേദ ഇങ്ങനെ ഓരോന്ന് എടുത്തോണ്ട് നിൽക്കുക. അപ്പോഴേക്ക് തരുണും വരും കേട്ടോ. അച്ഛാന്ന് പറഞ്ഞ ഗൗരി അങ്ങോട്ട് ഓടും. എന്താ വിശേഷം എന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് ചെന്നിട്ട് റാംബയ്യനെ വിളിക്കും. വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പറയും. ഗൗരി ചോദിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എത്ര വേണമെങ്കിലും ചോദിച്ചോ. അപ്പൊ ഗൗരി പറയും അയ്യടാ തൽക്കാലം ഒന്നും മതി. അച്ഛന്റെ ജോലി തമിഴ്നാട്ടിലല്ലേ, അമ്മയ്ക്കും അവിടെ അല്ലേ? തരുൺ പറയും അതെ. അപ്പൊ നിങ്ങൾക്ക് എന്താ ഒരുമിച്ച് വന്നാലേ? എന്തിനാ ഇങ്ങനെ 2 വണ്ടിയിൽ വരുന്നത്? അപ്പൊ വേദ പറയും മോള് വാ, അമ്മ കുറെ കളിപ്പാട്ടം വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് കാണിച്ചു തരാം വാ. അങ്ങനെ അത്തേക്ക് കയറുന്ന സമയത്ത് മോള് പറയും 2 പേരെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പൊ വിഷയം മാറ്റും. തരുൺ പറയും ഓണായിട്ട് അച്ഛനും കുറെ സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് മോൾക്ക്. അമ്മ കുറെ പാവകളും അച്ഛൻ കുറെ വണ്ടികളും, ബോറാ. അപ്പൊ തരുണും വേദയും നോക്കും. തരുൺ ചോദിക്കും പിന്നെ എന്താ വേണ്ടത് മോൾക്ക്? വാള് വേണം. അപ്പൊ വേദ പറയും അതെ, നീ കടുകുമണി എടുത്തിട്ട് ഊതി വാളാക്കിയാ മതി കേട്ടോ. അതില് മോള് പിണങ്ങി അവിടെ പോയി നിൽക്കുമ്പോ തരുൺ അടുത്ത് നിന്നിട്ട് പറയും അതെ, മൂർച്ചയില്ലാത്തൊരു പ്ലാസ്റ്റിക് വാച്ച് അച്ഛൻ വാങ്ങിച്ചു തരാം പോരെ. തരുണ് ഇങ്ങനെ പറയുമ്പോ വേദയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല കേട്ടോ. വേദ ഇതാ അമ്മയ്ക്ക്, ഇതെന്റെ മോൾക്ക്. ഓണക്കൂടി ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും മാത്രമേ വാങ്ങിച്ചോളൂ, നിങ്ങൾക്ക് 2 പേർക്കും ക്യാഷ് തരാം, അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോട്ടെ. തരുണിന്റെ മുഖം വിഷമത്തിലാവുന്നുണ്ട്. പിന്നെ ഗൗരി ഈ കവർ നിറയെ നിനക്ക് കളിപ്പാട്ടങ്ങളാണേ, അമ്മ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ, എന്നിട്ട് കുറെ വർത്തമാനം പറയാം.
കേട്ടോ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ തരുണ് വിളിക്കും, വേദ ദാ എന്ന് പറഞ്ഞ് വേദയ്ക്ക് കൊടുക്കുമ്പോൾ വേദയ്ക്കും എന്താ ഇത്, ഞാൻ വീട്ടിലെല്ലാവർക്കും ഓണക്കോടി വാങ്ങിച്ചു ദാ എന്ന് പറഞ്ഞ ആദ്യം വേദയ്ക്കാട്ടോ കൊടുക്കുന്നത്. ഇതൊക്കെ മോള് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും വാങ്ങിച്ച് എല്ലാവർക്കും ഒരുപോലെ വാങ്ങിച്ചു കൊടുക്കുക. ഹാപ്പി അല്ലേ മോളെ? അങ്ങനെ ആ സെർവൻ്റ് അവിടെ നിന്ന് പോകട്ടോ. അമ്മയ്ക്കും നിനക്കും മോനെ. അപ്പൊ തരുൺ പറയും, ആരെങ്കിലും തരുമ്പോഴല്ലേ ഓണക്കൊടിക്ക് പുതുവസത്തിന് ഒരു കൗതുകമുള്ളൂ, അല്ലെങ്കിൽ അത് വെറും ഡ്രസ്സ് മാത്രല്ല അമ്മേ. അത് വേദയ്ക്ക് ഒന്ന് വിഷമാവുന്നുണ്ട് കേട്ടോ. അമ്മ പറയും, കൊല്ലം 5 കഴിഞ്ഞില്ലേ, ഈ ഓണത്തിനെങ്കിലും അവനൊരു ഓണക്കൊടി വാങ്ങിക്കായിരുന്നില്ലേ? വേദ പറയും, 5 കൊല്ലായിട്ട് ഇല്ലാത്ത പഴക്കം ഞാനായിട്ട് തുടങ്ങി വെക്കുന്നത് എന്തിനാ അമ്മേ എന്ന് പറഞ്ഞ് വേദ പോകാൻ തുടങ്ങുമ്പോൾ മോള് പറയും, അമ്മ ചെയ്തത് അൺഫെയർ ആണ്. അമ്മയ്ക്ക് അച്ഛനും ഓണക്കൊടി തന്നില്ലേ, അമ്മയും അച്ഛനും ഓണക്കൊടി കൊടുക്കണം. നമുക്ക് നാളെ 3 ആൾക്കും കൂടെ പുറത്തു പോകണം, എന്നിട്ട് ഓണക്കൊടി എടുക്കാം. വേദ അപ്പൊ തന്നെ പറയും, അതൊന്നും നടക്കില്ല ഗൗരി. മോള് പറയും, നടക്കണം നടക്കണം എന്ന് പറഞ്ഞേ കരയാൻ തുടങ്ങും. അമ്മ പറയും, കുഞ്ഞിനെ വന്ന് കയറിയപ്പോഴേക്കും കരയിപ്പിക്കല്ലേ മോളെ. അമ്മ ഇത് ഡൽഹി അല്ല, ട്രിവാൻഡ്രോ. അമ്മയ്ക്കും അതുകൊണ്ട് നിങ്ങൾ ജീവിതകാലം മുഴുവനും വെളിയിലിറങ്ങാതെ ജീവിക്കാൻ പോകണോ? നാളെ നിനക്കൊരു സ്ഥലം മാറ്റം കിട്ടിയാലോ? മോള് പറയും, എല്ലാ കുട്ടികളെയും അച്ഛനമ്മമാര് കൊണ്ടുപോകും, എന്നെ മാത്രം 2 പേരും ഒറ്റയ്ക്ക് പറ്റില്ല, എനിക്ക് 2 ആളുടെയും കൂടെ വരണം. വേദ ഛേ എന്ന് പറഞ്ഞ് മുഖം തിരിക്കുമ്പോ സേതുവമ്മ പറയും, സമ്മതിക്കും മോളെ, അവനോട് ഞാൻ പറയാം പ്ലീസ്. മോളിങ്ങനെ കരയുന്ന കാണുമ്പോ വേദ പറയും, കരയണ്ട, പോവാം, നാളെ പോവാം, ഇപ്പൊ അമ്മ ഫ്രഷ് ആയിട്ട് വരട്ടെ. ആ എന്ന് മോള് പറയുമ്പോ വേദ കടന്നു പോവാ. വേദ പോയി കഴിഞ്ഞാലേ മോള് ചിരിക്കൂട്ടോ. സേതുവമ്മയ്ക്കും, അമ്പടി കള്ളി, അപ്പൊ നിന്റെ കള്ളക്കരച്ചിലായിരുന്നല്ലേ ഇത്, ഞാൻ ചോട്ടാക്കിടകനാ, മനസ്സിലായോ? അങ്ങനെ മോള് ചിരിച്ചു നിൽക്കുന്നിടത്താട്ടോ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്